കരുവന്നൂർ ബാങ്കിലും നടപടി തുടങ്ങിയിരിക്കുന്നു. പിണറായി വിജയൻ്റെ ഭരണത്തിൽ തട്ടിപ്പും അഴിമതിയും വേണ്ടുവോളം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും അന്വേഷിക്കാൻ ഇവിടെ പാടില്ലായിരുന്നു. എന്നാൽ സർക്കാർ മാറിയതോടെ ഉദ്യോഗസ്ഥരുടെ മേലുണ്ടായിരുന്ന ആ നിയന്ത്രണമൊക്കെ മാറി ഇപ്പോൾ കള്ളന്മാരെ പിടിക്കാൻ അവർ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒന്നല്ല ഒട്ടനവധി കേസാണ് ഉണ്ടായത്. ലാവ്ലിൻ മുതൽ സ്വർണ്ണക്കടത്ത് വരെ, ഡോളർ കടത്ത് മുതൽ ലൈഫ് മിഷൻ വരെ, അങ്ങനെ മാസപ്പടിയുമടക്കം നൂറുകണക്കിന് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിലേറ്റവും വേദനാജനകം എന്ന് പറയുന്ന ഒരു കേസ് കരുവന്നൂർ തന്നെയായിരുന്നു. അതിൽ പെടുന്നവർ ആരൊക്കെ എന്ന് നമുക്കിപ്പോൾ കണ്ടറിയണം എന്നുള്ള തരത്തിലേക്ക് കോടതി വിധി എത്തിയിരിക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM നേതാക്കൾക്കെതിരെയും പാർട്ടിക്കെതിരെയും പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കോടതി. പ്രതികളെ വിചാരണ ചെയ്യാനുള്ള അനുമതിയും നൽകിയിരിക്കുന്നു. ഇത് CPMന് കനത്ത തിരിച്ചടിയായി എന്നുള്ളതിൽ സംശയമില്ല. നമുക്കറിയാം, CPM നേതാക്കൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതികളായിട്ടുള്ളത്. ആ പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം മുഴുവനും കൊണ്ട് ആ ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ അതിൽ വരുന്ന കോടിക്കണക്കിന് രൂപ തട്ടിച്ച് പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ പോലും പണം നൽകാതെ അവരെ പറ്റിക്കുകയായിരുന്നു. അതിന് മുന്നിൽ നിന്നത് CPM നേതാക്കളായ MLA AC മൊയ്തീൻ, അതുപോലെ MP ആയിരിക്കുന്ന K രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ആയിരുന്ന MM വർഗീസ് തുടങ്ങിയ 28 പ്രതികളെയാണ് വിചാരണ ചെയ്യാൻ ഇപ്പോൾ PMLA കോടതി പറഞ്ഞിരിക്കുന്നത്. അതും കള്ളപ്പണ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു കോടതി എന്നുള്ള നിലയിൽ ഇത് പറഞ്ഞിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റത്തിനെതിരെയായിട്ടുള്ളൊരു കോടതി വിധി എന്ന് പറയേണ്ടി വരും. നേതാക്കളെ കൂടാതെ CPMനെ പാർട്ടി അടക്കം പ്രതി ചേർത്തിരിക്കുകയാണ് ഇപ്പോൾ ED. കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. രാധാകൃഷ്ണനും AC മൊയ്തീനും വർഗീസ് എന്നൊക്കെയുള്ള പ്രതികളായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളും നല്ല ജനസ്വാധീനമുള്ളവരുമാണ്. അവർ തന്നെയാണ് ജനങ്ങളുടെ പണം ഇങ്ങനെ അപഹരിക്കാൻ മുന്നിൽ നിന്നത് എന്ന് പറയുമ്പോൾ അതവർക്ക് വ്യക്തിപരമായിട്ടല്ല, CPMൻ്റെ അടിത്തറ തന്നെ ഇല്ലാതാക്കുന്ന ഒരു കേസായി ഇത് മാറുകയാണ്. 232 കോടി രൂപയുടെ തട്ടിപ്പും കള്ളപ്പണ ഇടപാടും നടന്നു എന്നാണ് ED കണ്ടെത്തിയത്. ഓരോ പ്രതിയുടെയും പേരിൽ 17 കേസുകളാണ് നിലവിലുള്ളത്. 83 പേരെ ED പ്രതി ചേർത്തു. ഇതിൽ CPM പാർട്ടിയും പ്രതിയായി തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളം ഭരിച്ചൊരു പാർട്ടി, ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി വലിയൊരു തട്ടിപ്പ് കേസിൽ പ്രതിയായി നിൽക്കുന്നു എന്നതിനപ്പുറം അവർക്ക് അധപ്പതിക്കാൻ വേറെ ഇനി കാര്യമില്ല എന്നുള്ളത് ഉറപ്പാണ്. ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 31 പേരിൽ 13 പേരെ മാത്രമാണ് ED പ്രതികളാക്കിയത്. പ്രതിപട്ടികയിലുള്ള CPMൻ്റെ സ്വത്തടക്കം 53 പേരുടെ 128 കോടി വില വരുന്ന വസ്തുക്കൾ ED കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. കേസിൻ്റെ ആദ്യഘട്ടത്തിൽ 55 പ്രതികൾക്കെതിരെ വിചാരണ നടപടികൾ ആരംഭിച്ചത് നമ്മൾ കണ്ടതാണ്. CPMുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട 28 പ്രതികൾക്കെതിരെയുള്ള അനുബന്ധ കുറ്റപത്രമാണ് കോടതി പരിഗണനയ്ക്കെടുത്തത്. ഇവരെയൊക്കെ പ്രഥമ ദൃഷ്ട്യാ തട്ടിപ്പുകാരാണെന്നും പ്രതികളാണെന്നും കണ്ടെത്തിയിരിക്കുകയാണ് കോടതി. കുറ്റപത്രം വായിച്ച കോടതി പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ട് എന്ന് വ്യക്തമാക്കിയതോടെ അവർ ഇനി ജനങ്ങളോട് എന്തു പറയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കോടതി നിരീക്ഷണം CPMന് വലിയ തിരിച്ചടിയാണ്. 67ാം പ്രതിയാണ് AC മൊയ്തീൻ. CPM രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന് കമ്മീഷൻ പറ്റിയെന്നാണ് ഈ MLAയെക്കുറിച്ച് ED കണ്ടെത്തിയിരിക്കുന്നത്. നിക്ഷേപകരുടെ പണം ബിനാമി വായ്പകളായി അനുവദിച്ചുകൊണ്ടാണ് കമ്മീഷൻ തട്ടിയത് എന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് രൂപ. ഈ തുക പാർട്ടിയുടെ 5 രഹസ്യ അക്കൗണ്ടുകളിലൂടെ ED കണ്ടെത്തി. ഈ പണം ഉപയോഗിച്ച് സ്വത്തും പണവും പാർട്ടി സമ്പാദിച്ചു എന്നാണ് പറയുന്നത്. AC മൊയ്തീനെ പോലെയുള്ള ആളുകൾ ഈ തട്ടിപ്പ് നടത്തിയ തുക പാർട്ടിയെ ഉപയോഗിച്ച് എല്ലാം വെളുപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അനധികൃതമായി പാർട്ടി ബാങ്കിൽ ഇടപെട്ടു. ബാങ്ക് കമ്മിറ്റിക്ക് മുകളിൽ പാർട്ടി സബ് കമ്മിറ്റികളും പാർലമെൻ്ററി കമ്മിറ്റി ഫ്രാക്ഷനും ഉണ്ടാക്കി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നാണ് പറയുന്നത്. കമ്മിറ്റിയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് എന്നും ED കണ്ടെത്തിയിരിക്കുന്നു. അതായത് ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടി പാർട്ടി മുന്നിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഇതിൻ്റെ ചുമതല നൽകി എന്നുള്ളതാണ് സത്യം. അതിൽ പ്രധാനിയാണ് മുൻമന്ത്രി കൂടിയായ AC മൊയ്തീൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ കുന്നംകുളം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് എങ്കിലും ഇതിനു മുൻപ് വടക്കാഞ്ചേരിയിലെ MLA ആയിരുന്നു. അദ്ദേഹം നടത്തിയ ഈ തട്ടിപ്പിൻ്റെ മുഴുവൻ പണവും ഒക്കെ സൂക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ബിനാമിയായ കൗൺസിലർ കൂടിയായ അരവിന്ദാക്ഷനിൽ കൂടിയായിരുന്നു എന്നുള്ളതും വളരെ വ്യക്തമാകുന്നു. അങ്ങനെ AC മൊയ്തീൻ എന്ന MLA, ജനങ്ങളുമായി ഏറെ ബന്ധമുള്ള ഒരാൾ,
പാവങ്ങളുടെ കോടിക്കണക്കിന് രൂപ കട്ടുകൊണ്ടുപോയി പാർട്ടിയുടെ സഹായത്തോടുകൂടി അത് വെളുപ്പിച്ചെടുത്ത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു MLA-യെ കേരളത്തിൽ ഇനി വച്ചുപൊറുപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അതായത് 10 വർഷം പിണറായി വിജയൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ തട്ടിപ്പുകളും നടത്തി ആ തട്ടിപ്പുകൾ ജനങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ളതായാലും പോലീസിനോടും വിജിലൻസിനോടും അത് അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളൊരു രഹസ്യ നിയന്ത്രണവും ഏർപ്പെടുത്തി കള്ളന്മാരെ സംരക്ഷിച്ചു കൊണ്ടുവരികയായിരുന്നു. അതാണിപ്പോൾ ഭരണം മാറിയ സാഹചര്യത്തിലോ അല്ലാതെയോ കോടതി തന്നെ നേരിട്ട് എല്ലാത്തിനും തെളിവ് കണ്ടെത്തി കള്ളന്മാരെ പിടിക്കുകയാണ്. അങ്ങനെ CPM-ന്റെ പ്രധാന നേതാക്കളും CPM എന്ന പാർട്ടിയും ഇവിടെ കൊള്ളക്കാരുടെ ലിസ്റ്റിൽപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്ക് ഇനി എന്ത് അധികാരവും അവകാശവുമാണ് ജനങ്ങൾക്കിടയിലൂടെ നടക്കാൻ എന്നുള്ളതാണ് ഇനി തീരുമാനമാകേണ്ടത്.